12-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ ഭക്തിയോഗമാണ്. നമ്മുടെ മനസ്സ് ഞാൻ ഭഗവാന്റെ കണികയാണെന്ന് മനസ്സിലാക്കി, ഭഗവാൻ ഈ വിശ്വരൂപമാണെന്ന് മനസ്സിലാക്കി, അതിലേക്ക് ഞാൻ ലയം പ്രാപിച്ചു. ആ അറിവുണ്ടാവുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന, ദൈവത്തിലേക്ക് ലയിക്കാൻ തോന്നുന്ന ഭക്തിയുടെ, ചിന്തയുടെ ഒരു ദിശയുണ്ട്. മനസ്സ് പൂർണ്ണമായിട്ടും ആ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭാവങ്ങളും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്ത് മനസ്സിൽ ഒരു ഹയസ്റ്റ് ചിന്തയിലേക്ക് എത്താൻ സാധിക്കുമ്പോൾ, മനസ്സ് ദൈവത്തിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഭക്തി, പൂർണ്ണമായ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിവൊന്നുമില്ലാതെ കാട്ടിക്കൂട്ടുന്ന ഒന്നും ഭക്തിയുടെ രൂപത്തിൽ ഭഗവാൻ കണ്ടിട്ടില്ല. ഭക്തി യോഗം ഉണ്ടാവുന്നത് എപ്പോഴാണ്? അറിവുണ്ടാവണം. 2-ാമത്തെ അധ്യായം സാഖ്യായോഗം കഴിയണം, നല്ലപോലെ കർമ്മം ചെയ്യണം. ആ കർമ്മം എന്നുള്ളത് സന്യാസത്തിലൂടെ നടന്നു പോകണം, പൂർണ്ണമായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഇല്ലാത്ത ഒരാളായിട്ട് മാറണം. അങ്ങനെ ധ്യാനത്തിലേക്ക് എത്തണം. പിന്നെ ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാവണം. ഇത് എൻ്റെ ഉള്ളിലേക്ക് കയറുന്നു എന്ന് തോന്നുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു രാജകീയമായ ചിന്ത എന്നിലുണ്ടാവണം. അതാണ് രാജവിദ്യ, രാജഗുഹ്യയോഗം. അത് കഴിഞ്ഞ് അതൊന്നും ഇല്ലാത്തൊരാളാവുമ്പോഴും ഈ ലോകം ഇതുപോലെ നിലനിൽക്കുമെന്നുള്ളതാണ്. ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുമ്പോഴും, ഞാൻ ഇല്ലാതാവുമ്പോഴും, ഈ രാജാവ് പോയാലും വേറൊരാൾ ഉണ്ടാവുമെന്നുള്ള അറിവാണ്. അതാണ് വിഭൂതിയോഗം എന്ന് പറയുന്നത്. അതാണ് സമാധി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മുകളിലൊരു വിശ്വരൂപമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഈ വിശ്വരൂപം മനസ്സിലാക്കി കഴിഞ്ഞ് ഭക്തിയോഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ഭാഗമാണെന്ന് സങ്കല്പിച്ച് ലയിച്ച് അച്ഛൻ മക്കളോളം വളരുമ്പോൾ, അച്ഛൻ അച്ഛൻ്റെ സ്ഥാനം കൊടുക്കുകയും അച്ഛനായിട്ടും മാറുമ്പോൾ, അച്ഛൻ്റെ ഒരു റോള് നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ, അച്ഛനിലുള്ള ഭാവം നമ്മളിലേക്ക് കയറുമ്പോൾ ലയിച്ചു ചേരുന്ന ഒരവസ്ഥയുണ്ടാവും. മകൻ അച്ഛനോളം വളരുമ്പോൾ ആ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്ന ഈ അവസ്ഥയിൽ. വിഭൂതിയോഗം കഴിഞ്ഞ് അച്ഛനോടുള്ള ഭക്തി കൂടുമ്പോൾ, ആ അച്ഛനെന്നുള്ള വലിയ നിലവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മകനുണ്ടാവുന്ന, അമ്മയോളം മക്കൾ വളരുമ്പോൾ അമ്മയോട് മക്കൾക്ക് തോന്നുന്ന ഒരു ബഹുമാനവും ഭക്തിയും ആ നിലനിർത്തിക്കൊണ്ട് ഞാൻ അമ്മയാണെന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് അമ്മയോട് തോന്നുന്ന ഭക്തി, അത് വലിയ ഭക്തിയാണ്. അമ്മയുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കുന്ന ഒരു മകൾക്ക് അമ്മയോട് തോന്നുന്ന ഭക്തിയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുമ്പോൾ ഭക്തനുണ്ടാവേണ്ടത് ഈ ഭക്തിയോഗത്തിൽ എത്തിയിട്ടുള്ള ഭക്തിയാണ്. നമസ്കാരം. എന്തറിവാണെന്ന് ആലോചിച്ചു ഭഗവത്ഗീത തരുന്നത്.